എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ച സമയമായിട്ടോ. ഞാൻ ഇത് കാണിച്ചു തരാമെന്ന് ഞാൻ നിങ്ങൾക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഉണക്കച്ചെമ്മീൻ വറുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് മുളക് പൊടിപ്പിക്കാൻ പോകണം. മല്ലി മുളക് ഒരു മഴക്കാല മഞ്ഞുകാലത്തേക്കൊക്കെ വേണ്ടി ഒരു 6-7 അടുത്ത വേനൽക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ തരം ചെമ്മീൻ്റെ ഇത്തിരി വലിപ്പമുള്ളതുകൊണ്ട് അപ്പോൾ ഞാനിത് വെറുതെ ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ മാങ്ങ, ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന ആ പച്ചമാങ്ങ, നാട്ടുമാങ്ങ, ഇത് അരിഞ്ഞ് കുനു അങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കണേ. അപ്പോൾ അത് കുനു അരിഞ്ഞിട്ട് ഒരു 5-6 പച്ചമുളക്, പിന്നെ ഇത് ഞാൻ മിക്സിയിലിട്ട് അടിക്കും. മാങ്ങ ചെത്തിയത് ഒരിക്കലും മിക്സിയിൽ അടിക്കരുത്, അത് ഉരലിൽ വെച്ചിട്ട് നല്ല ഇരുമ്പിൻ്റെ ഉരലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ചടപട മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട്. മുട്ട പുഴുങ്ങി തിളച്ച വെള്ളത്തിൽ പുഴുങ്ങി അത് പച്ച വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ തോട് ഈസിയായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ ചതച്ച് ലാസ്റ്റിലൊരു കാര്യം കൂടി ചേർക്കും, അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സമയം 12:30. ചേച്ചി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേട്ടായിനെ നാവ് തെറിപ്പിക്കേണ്ടെന്ന് ഞാൻ മുളക് ഉണക്കിയത് മാങ്ങണ്ടി കഷായം ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നോക്ക്, ഞാൻ മുളകിൻ്റെ സൈഡിൽ കൂടെ നോക്കുകയാണ്. മുളക് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? കണ്ട മുളകും മല്ലിയും ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇടയ്ക്ക് നോക്കണമെന്ന് വെച്ചാൽ ഈ പ്രാവുകൾ വന്നിട്ട് ഇതാക്കും, പിന്നെ ആൾക്കാരും വന്ന് എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ മല്ലി ഇട്ട് വെച്ചിട്ടുണ്ട്, മുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഉരലിൽ നല്ലതുപോലെ പച്ചമുളകും മുളകും ഇടിച്ചത് ഇട്ടിട്ടുണ്ട്. അത് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഇത് ഞാൻ നല്ലതുപോലെ പൊടിച്ചു ചെമ്മീൻ, അതും ഇതിലേക്ക് ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് ഇട്ട് നോക്കുക, കാരണം എന്നറിയോ, ചെമ്മീനിൽ ഉപ്പിട്ടിട്ടില്ലേ അവർ ഉണക്കുക. അപ്പോൾ ഇത് ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ സംഗതി റെഡിയായി. ഇത് നമുക്ക് 2-3 ഡേയ്സ് ഇതിൽ സവോളയോ ഒന്നും ഇടാത്ത കാരണം, വേപ്പില പോലും ഞാൻ ഇടണില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി അത് ഇരുന്നിട്ട് ടേസ്റ്റ് വ്യത്യാസം വരണ്ട. കാരണം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണില്ല. അപ്പോൾ ഇതാണ് ചെമ്മീൻ ചമ്മന്തി. ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. ഇനി ചടപടാന്ന് മുട്ടക്കറി ഉണ്ടാക്കണം. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം, മുളക് വെയിൽ കുറഞ്ഞോ, അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ. അപ്പോൾ ഇവിടെ ചെമ്മീൻ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. കൊണ്ടുവന്നോട്ടെ. ഇതെനിക്ക് ഞാൻ ഉണക്കച്ചെമ്മീൻ കഴിക്കില്ല ശരിക്കും, പക്ഷേ ഈയിടെ കുറച്ചൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കറക്റ്റാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. എന്നാ ഇനി മഴ വരിക, നല്ല ചൂട്. ഇന്ന് വൈകുന്നേരം മുളകും പൊടിപ്പിക്കാൻ പോകണം. അപ്പോൾ ഇനി അടുത്ത വിശേഷം മുട്ടക്കറി കാണിച്ചു തരാം. മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയൊരു തക്കാളി, ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇത് ചെറിയ സവാളയാണ്, ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇത് കുനു അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കണം. ഓക്കെ, ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ മുട്ടക്കറിയുടെ ലാസ്റ്റ് ഇതാണ്. അതായത് സവാളയും തക്കാളിയും കൂടി അരച്ച് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക്, വലിയ പ്രൊസീജിയർ അറിയാമല്ലോ. അതിങ്ങനെ ഏത് സമയം കാട്ടി എനിക്ക് ബോറടിച്ച് സമയമില്ല, കുറേ പണികളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മല്ലി, മുളക്, കുറച്ച് ഗരം മസാല. ഓക്കെ. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ഇളക്കുക, വെള്ളം ഒഴിക്കുക. ആ അരച്ച് വെച്ച പാത്രത്തിലൂടെ ഒന്നും കൂടി വെള്ളം ചാലിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേപ്പില ഇടുകയാണ്. വേപ്പില അങ്ങനെ തന്നെ ഇടുക, കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് വേപ്പില അത്ര ഇഷ്ടമില്ല, പക്ഷേ കുറച്ച് പൊടിച്ചിടാം.
അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മുട്ട പുഴുങ്ങിയത് ഇടാണ്. അത് ഞാൻ ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്, കത്തി കൊണ്ട് കണ്ട ഇത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഓരോന്നായിട്ട് ഗ്ലും 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 ഗ്ലും. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഈ കറി എന്താണെന്ന് വെച്ചാൽ നോക്കി ഇങ്ങനെ ലൂസ് പോലെ ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനൊരു ട്രിക്കുണ്ട്. ട്രിക്കുകളാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അതായത് നോക്കി ഈ പുഴുങ്ങി വെച്ച മുട്ടയുണ്ടല്ലോ, അവനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഞെരടിയിട്ടിടുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉരുളൻകിഴങ്ങ് ഇഷ്ടമില്ലാത്തവരത് പോലും അത് കഴിക്കും. കാരണം അത് വെള്ളത്തിലൂടെ അരിഞ്ഞ് അതിൻ്റെ മസാലയോടുകൂടി അരിഞ്ഞ് ഗ്രേവി കുറച്ചൊരു തിക്കായിട്ട് നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. എനിക്കൊക്കെ ഉള്ള ഓരോ വിശേഷങ്ങൾ ഞാൻ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, ഞാൻ സ്വയമായിട്ട് ചെയ്തതാണ്. ഇത് ഞാൻ ഒന്നിലും കണ്ടിട്ടുള്ളതല്ല, എനിക്കറിയില്ല. ഇനി ചെയ്യുന്നവർ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഗ്രേവി നോക്കൂ. ഇപ്പോൾ ഇതിൽ എന്തൊക്കെയോ നമ്മൾ പനീറൊക്കെ ഇട്ട പോലെ തോന്നിക്കും. അപ്പോൾ നല്ലൊരു മുട്ടക്കറി ആയിട്ട്. ഇനി അടുത്ത വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. മുളക് പൊടിപ്പിക്കാൻ കൊണ്ടുപോകണ്ടേ. അപ്പോൾ അവർ പറഞ്ഞിരിക്കണേ ഈ പ്രാവശ്യം ലാസ്റ്റ് ഇനി മമ്മ ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കണേ. ഹരുണും പറഞ്ഞു, ഹസ്ബൻഡിനും തീരെ ഇഷ്ടമില്ല. വലിയൊരു പാട്, എന്തൊരു പാടാണ്. പക്ഷേ ഇവരെന്നെ പറയും, അത് ഹരുൺ പറയില്ല, ആൾ പറയും കറിക്ക് രുചിയില്ലല്ലോ, മുളക് പൊടി എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ആനയാണ് ഏനയാണ്. അപ്പോൾ ഇതിട്ട് എൻ്റെ മുട്ടക്കറി കണ്ടോ, സൂപ്പറായില്ലേ. ഇതാണ് മുട്ടക്കറി. അപ്പോൾ ഇന്നത്തെ മുട്ടക്കറി പിന്നെ ചെമ്മീൻ ചമ്മന്തി. അപ്പോൾ ടാറ്റ പറയാൻ പറ്റേ, ഇനിയുണ്ട് സംഭവങ്ങൾ. അങ്ങനെ മുളകൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുവന്നു. ഈ മുളകിൻ്റെ ചൂട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഒടിച്ച് കാണിച്ചു തരാം. ടിക്ക് നോക്ക്, ടിക്ക്. അങ്ങനെ ഇത്രയും ഉണങ്ങിയില്ലെങ്കിൽ അവർ പൊടിപ്പിച്ച് തരില്ല. അതാണ് മല്ലി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് 2 പ്രാവശ്യം ഞാൻ ഇത് 3-ാമത്തെ ദിവസമാണ് ഉണക്കാട്ടത്. അപ്പോൾ മല്ലി നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുളകിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മല്ലി ഇട്ടു. കുറച്ച് മല്ലി കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ ഉണ്ടല്ലോ, അത് കുറച്ച് നിലത്ത് വീണു. വറുക്കാൻ പിന്നെ പാടണം, നല്ല വിലയാണ്. അപ്പോൾ കാശ്മീരി മുളക് വാങ്ങിച്ചില്ല, എന്ന് വെച്ചാൽ വില കേട്ടിട്ട് ഞെട്ടി തിരിച്ചു. അത് കാരണം ഇത് ഞെട്ടോട് കൂടി തന്നെ, പണ്ട് എനിക്കറിയില്ലായിരുന്നു, ഞെട്ടോട് കൂടി ചില മില്ലിൽ പൊടിപ്പിച്ച് തരില്ല. ഇത് ഞെട്ടോട് കൂടി. ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും. നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ട് കടുകൊക്കെ കാച്ചില്ലേ, അപ്പോൾ ഇതിൽ നിന്ന് ഇത്തിരി കുറച്ച് നല്ല മുളകൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. ഇതൊക്കെയാണ് ഉണക്കാനിട്ട ഇത് സാമഗ്രികൾ. അങ്ങനെ വീണ്ടും ചൂടാണ്, ജനലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. എന്താ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇനി ഇപ്പം ചേട്ടായി ജോലി ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ പോവും. കുറച്ച് കഴിയുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച്, കട്ടൻ ചായയൊക്കെ കുടിച്ച് പോകണം മില്ലിലേക്ക് പൊടിപ്പിക്കാനായിട്ട്. പൊടിപ്പിച്ച് കഴിഞ്ഞ് വന്നിട്ട് വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഞാൻ അവസാനമായിട്ട് മുളക് പൊടിപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ പടപടപട നടക്കുന്നുണ്ട്. ഇനി അടുത്തെല്ലാം എന്നിട്ട് വരുന്നില്ല, എന്നെ പറഞ്ഞിരിക്കില്ല എന്ന് പറയുന്നു. ഇവിടെ ഈ പ്രാവശ്യം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇനി ചില്ലൊക്കെ ഇട്ട് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സൈഡിലുള്ള ആൾക്കാരോടൊക്കെ വർത്താനം സംഭവം തന്നെ ഉണ്ട്. അപ്പോൾ പഠിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു അമ്മാമ്മയും വേറെ ഇരിക്കുന്നുണ്ട്. എൻ്റെ
മല്ലിയുടെ ഉറ മാത്രം അവിടെ ബാക്കിയുണ്ട്. അങ്ങനെ അരുൺ എന്നെ കൊണ്ടുവരാൻ വന്നു വിട്ടാണ് വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ എല്ലാം പൊടിപ്പിച്ച് കൊണ്ടുവന്നു. മല്ലി ഇത്രയുണ്ട് ആകെ. ഇനി മുളക് പൊടി, അപ്പോൾ ഇത് ഒരു എൻ്റെ നൊസ്റ്റാൾജിയാണ്. അതായത് ഇനി ഇതൊക്കെ ഓർമ്മകൾ മാത്രം, ഇനി ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മുളക് പൊടി, പിന്നെ ഇത് മല്ലി, ഇങ്ങനെ കുറച്ച് മുളക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു വേറെ കുറച്ച് മുളകിൻ്റെ തരിയാണെന്നുകൊണ്ട് അതിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ, സഞ്ചി പോലും ചെയ്തിരുന്നു. അപ്പോൾ ഒരു കൊല്ലത്തെ ഇതെല്ലാം കഴിക്കൂലേ, മീനിലും ഇറച്ചിയിലൊക്കെ ഇട്ട്. അപ്പോൾ ഇനി മുളകൊക്കെ ഇത്തിരി കുറച്ച് ഉപയോഗിക്കാൻ പോവാം. നല്ല പൊടി വാങ്ങിച്ചു തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി വാങ്ങിക്കണ്ട, ശരി. അപ്പോൾ ഒരു കൊല്ലത്തെ കഷ്ടപ്പാടുകൾ അവസാനിച്ച് ഇനി വരുന്ന മഴക്കാലം ഭയങ്കര നല്ല തണുപ്പ് കാലത്ത് നല്ല ബജ്ജി, പിന്നെ പരിപ്പ് വട, ഉഴുന്നുവട ഒക്കെ ഉണ്ടാക്കി കഴിക്കണം. ഇപ്പോൾ സന്ധ്യയോടെ അടുത്തു, കാക്കകളൊന്നും വന്നില്ലെന്ന്, ഞാൻ പോയിരിക്കല്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ചേച്ചീനെ കാണാനില്ല. ചേച്ചി ചേട്ടായിയുടെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ബൈ ബൈ, ടാറ്റ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ ബൈ.